KSRTCയിൽ INTUC അനുകൂല സംഘടനകളുടെ നേതൃത്വത്തിലുള്ള TDF-ന്റെ പണിമുടക്ക് പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്ത് നഗരമേഖലയിലും ഗ്രാമീണ മേഖലയിലും കൃത്യമായി സർവീസ് നടക്കുന്നുണ്ട്. നെടുമങ്ങാട് ATO ഓഫീസ് ഉപരോധിച്ച 12 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബസ്സുകൾ ഓടുന്നതുകൊണ്ട് മാത്രം സമരം പരാജയമെന്ന് പറയാൻ സാധിക്കില്ല എന്ന് സമരക്കാർ. ഡെയിലി വേജസുകാരെയും CITക്കാരും CPM-ഉം കൂടെയാണ് തൊഴിലാളികൾക്ക് വേണ്ടി നടത്തുന്ന ഈ ഒരു പണിമുടക്ക് പൊളിക്കാൻ വേണ്ടി നിൽക്കുന്നത്. അത് വണ്ടികൾ സർവീസ് നടത്തുന്നത് കൊണ്ട് മാത്രം ഈ സമരം പരാജയം എന്ന് പറയില്ല, സമരം വിജയമാണ്. കാരണം KSRTC തൊഴിലാളികൾ മൊത്തം ഏറ്റെടുത്തൊരു സമരമാണ്. അത് മെക്കാനിക്കായാലും ഓഫീസിലായാലും അതുപോലെ സ്ഥിരം ജീവനക്കാരുടെ ഹാജർ നില വളരെ കുറവാണ്. അവരൊക്കെ ഈ സമരത്തിൽ സഹകരിക്കുന്നുണ്ട്. വിവരങ്ങളുമായി ജിബിൻ JB ഒപ്പം ചേരുന്നുണ്ട്. ജിബിൻ, ഗുഡ് മോർണിംഗ്. ഈ സമരക്കാരെ അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ പൊളിക്കാൻ, ജീവനക്കാരുടെ ആവശ്യങ്ങൾക്ക് തടയിടാൻ ശ്രമിക്കുകയാണ് ഇടത് ട്രേഡ് യൂണിയനുകൾ എന്നൊരു അഭിപ്രായമാണ് ഇപ്പോൾ ഈ INTUCയുടെ ഭാഗത്തു നിന്നും TDF-ന്റെ ഭാഗത്തു നിന്നും അവർ ഉന്നയിക്കുന്നത്. സത്യത്തിൽ അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇത് എന്ന് വേണം പറയാൻ. ഇപ്പോൾ പ്രവർത്തിക്കുന്നവരടക്കമുള്ളവർക്ക് ശമ്പളത്തിനും ആനുകൂല്യങ്ങൾക്കും വേണ്ടി നടത്തുന്ന സമരമാണ്. ഇക്കാര്യത്തിൽ പോലും രാഷ്ട്രീയ വ്യത്യാസങ്ങളിൽ ഇവരൊക്കെ രണ്ട് പക്ഷത്ത് നിൽക്കുന്നതാണ് നമുക്ക് കാണാനാവുന്നത്. ഏതായാലും സമരം ഏത് തരത്തിലാണ് ബാധിച്ചിട്ടുള്ളത്? പൊതുജനങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നു? വിശദാംശങ്ങൾ എന്താണ് ജിബിൻ? മോത്തി, ഇന്നലെ അർദ്ധരാത്രി 12 മണിയോട് കൂടിയാണ് 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന KSRTC ജീവനക്കാരുടെ സമരം തുടങ്ങിയത്. പ്രത്യേകിച്ച് INTUC അനുകൂല സംഘടനകൾ TDF-ന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പണിമുടക്ക് ആരംഭിച്ചത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 12 പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ, അതായത് ഈ മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും ഒക്കെ തന്നെ വന്ന സമയത്ത്, അവർ അധികാരം ഏറ്റെടുത്ത സമയത്ത് പറഞ്ഞത് എല്ലാ മാസവും കൃത്യമായി 5-ാം തീയതിക്ക് മുൻപ് ശമ്പളം നൽകുമെന്നാണ്. പക്ഷേ ഇവർക്ക് ഇപ്പോഴും ഈ ശമ്പളം കിട്ടുന്നത് മാസാവസാനത്തോടു കൂടിയൊക്കെയാണ്. പ്രത്യേകിച്ച് മാസത്തിൻ്റെ പകുതിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ശമ്പളം കിട്ടുന്നത്. അപ്പോൾ അത് ആ ഒരു അവസ്ഥ പാടില്ല. തങ്ങൾക്ക് മറ്റുള്ളവർക്കൊക്കെ തന്നെ ശമ്പളം ലഭിക്കുന്നത് പോലെ എല്ലാ മാസത്തിൻ്റെ തുടക്കത്തിൽ ശമ്പളം ലഭിക്കണം. അതുപോലെ DA കുടിശ്ശിക മുടങ്ങിക്കിടക്കുന്നത് പുനഃസ്ഥാപിക്കണം. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ള പോലെയുള്ള ശമ്പള പരിഷ്കരണങ്ങളൊക്കെ തന്നെ തങ്ങൾക്ക് വേണമെന്നുള്ള ന്യായമായിട്ടുള്ള 12 ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ TDF-ന്റെ പണിമുടക്ക് ആരംഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വാഹനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഓടുന്നുണ്ട്. കാരണം ഇവർ ഈ TDF സമരം നടക്കുന്നുണ്ട് എങ്കിൽ പോലും, പണിമുടക്ക് നടക്കുന്നുണ്ടെങ്കിൽ പോലും വാഹനങ്ങളെ ഒന്നും തന്നെ തടയാൻ ഇതുവരെയും ഈ പ്രവർത്തകർ അത്തരത്തിലുള്ള ഒരു നടപടികളായിട്ട് മുന്നോട്ട് പോയിട്ടില്ല. കഴിഞ്ഞ ദിവസം രാത്രിയിൽ